ഹലോ. അപ്പോൾ വീട്ടിലിരുന്ന് ബോറടിച്ചപ്പം ഞങ്ങളൊരു ചെറിയൊരു ഡ്രൈവിനങ്ങ് പോവാണ് കേട്ടോ. നല്ല കാലാവസ്ഥയായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കാണ് ഒരു വീടിൻ്റെ ഫ്രണ്ടിലെ നമ്മുടെ കണിക്കൊന്ന പോലെ ഒരു പൂ വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതിപ്പം എല്ലായിടത്തും തന്നെ ഉണ്ട്. ഇവിടെ എല്ലായിടത്തും ഈ ഒരു പൂവ് എല്ലാ വീടിൻ്റെ ഫ്രണ്ടിലും നിൽക്കുന്നതാണ്. അപ്പോൾ വിഷുവൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ പൂ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ പോകുന്നത് ഒരു കോസ്റ്റ് റോഡ് ഡ്രൈവാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും നല്ല സീനറിയൊക്കെ കണ്ടാണ് നമ്മൾ പോണത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ പോട്ട് ആ സൈഡിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രൈവ് പോകുന്നത്. നമ്മൾ ഇനി കാണാൻ പോകുന്ന അസ്ലെ വാട്ടർഫോൾസ് ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. ഇപ്പം ഏകദേശം വെള്ളമൊക്കെ കുറച്ചും കൂടെ കുറഞ്ഞിട്ടുണ്ട് അന്ന് നമ്മൾ വന്നതിലും. അപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രൈവ് നല്ല രസമായിരുന്നു കേട്ടോ. പോകുന്ന വഴിയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. വരാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈവ് തീർച്ചയായിട്ടും ഇതിലെ വരേണ്ടതാണ് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സ് ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീഡിയോസും ഫോട്ടോയൊക്കെ കണ്ടപ്പോഴാണ് നമ്മൾ ഓൾറെഡി ഇങ്ങനെ അസ്ല വാട്ടർഫോൾസ് വരെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടോട്ട് അത് കഴിഞ്ഞ് നമ്മളൊരു ഡ്രൈവിന് വന്നിട്ടില്ല. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോഴാണ് ഇത് കഴിഞ്ഞു ഇതുപോലെ നല്ല സ്ഥലങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച ഒരു ഡ്രൈവിന് അങ്ങ് പോകാമെന്ന് വിചാരിച്ച് വന്നെങ്കിൽ ഇത്രയും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇത്രയും ഭംഗി ഉണ്ടാവുമെന്ന്. നമ്മൾ പോകുന്ന വഴിയുടെ ഓപ്പോസിറ്റ് ഈ കാണുന്നത് നമ്മൾ നേരത്തെ ഒരു ബോട്ടിങ്ങിന് പോയ സ്ഥലമാണ് കേട്ടോ. അത് ഗോൾവേയിലേക്ക് പോകുന്ന ഒരു റോഡാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ വാട്ടർഫോൾസും റിവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാനും നമുക്കൊന്ന് റിലാക്സ് ചെയ്തിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു നല്ല ആംബിയൻസ് സ്ഥലമൊക്കെയാണ് കേട്ടോ ഇത്.
നമ്മളിങ്ങനെ കുറച്ചിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ലൊരു സൂപ്പർ സീനറി നമ്മൾ കണ്ട് നമ്മൾ വണ്ടി നിർത്തി. അപ്പോൾ അവിടെ തന്നെ നമുക്കിങ്ങനെ കോഫി ചെറിയൊരു ഇങ്ങനെ പെട്ടിക്കട പോലെ കോഫി ഷോപ്പ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അവിടെ കയറി എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് കഴിച്ചിട്ട് നമുക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ ട്രിപ്പ് അപ്പോൾ ഡൂലഫ് വാലിയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഈ വഴിയുടെ 2 സൈഡിലും വലിയ മലകളും 2 റിവറുകളും ഒക്കെ കടന്നാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ഈ ഒരു സ്ഥലത്തിന് പിന്നിലൊരു ട്രാജിക് ആയിട്ടുള്ളൊരു സ്റ്റോറിയുണ്ട്. അതാണ് ഡൂലഫ് ട്രാജഡി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് അവിടെ ഒരു മെമ്മോറിയം ഒക്കെ അവർ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ മഹാത്മാഗാന്ധിയുടെ നല്ല വാചകങ്ങളും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. 1849 ഒരു 100ഓളം, അതായത് ഒരുപാട് അഭയാർത്ഥികൾ ലൂയിസ്ബർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കാൽനടയായിട്ട് ഡെൽഫി ലോഡ്ജിലേക്ക് അവർക്ക് ഫുഡ് തേടി അവർ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു, ഇവിടുത്തെ ഹയർ അതോറിറ്റീസിനെ കണ്ട് സംസാരിക്കാനായിട്ട്. പക്ഷെ അവരിവിടെ അത്രയും കഷ്ടപ്പെട്ട് ഈ മലകളും കുന്നുകളും താണ്ടി വന്നെങ്കിലും ഇവിടെ വന്നതിന് ശേഷം ആ ഹയർ അതോറിറ്റിയിൽ നിന്ന് അവർക്കൊരു വലിയൊരു ഹാഷായിട്ടുള്ളൊരു റിജക്ഷനായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ഇവിടെ നിന്നും ലൂയിസ്ബർഗിലേക്ക് പോകുന്ന വഴിക്ക് ഒരുപാട് ആളുകൾ വിശപ്പ് കാരണം മരിച്ചു വീഴുകയും ഒരുപാട് പേരുടെ ബോഡി ഇവിടെ തന്നെ അവർ ഉപേക്ഷിച്ചിട്ട് കൂടെ വന്നവർ തിരിച്ചു പോകേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്ന് അങ്ങനെ ഒരു ട്രാജിക് സ്റ്റോറിയാണ് ഇതിൻ്റെ ബിഹൈൻഡിലുള്ളത്. അപ്പോൾ അവരുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഇവിടെ അതിനു വേണ്ടിയുള്ള ഒരു മെമ്മോറിയൽ വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്നത്. അതിൻ്റെ അടിയിൽ നമ്മളുടെ മഹാത്മാഗാന്ധിയുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുകളാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതായത് ആ വാക്കുകൾ ഇങ്ങനെയാണ്: ഇറ്റ് ഹാസ് ഓൾവേസ് ബീൻ എ മിസ്റ്ററി ടു മീ ഹൗ പീപ്പിൾ ക്യാൻ ഫീൽ ഓണേർഡ് ബൈ ദ ഹ്യൂമിലിയേഷൻ ഓഫ് ദെയർ ഫെല്ലോ ഹ്യൂമൻ ബീങ്സ്. അത് ശരിയായൊരു കാര്യമാണ്. ഒരുപാട് പേര് വിശപ്പിൻ്റെ വില അറിയാതെ ഒരുപാട് പേരുണ്ട്. അതിൽ ഉപരിയായിട്ട് ഒരുപാട് പേര് വിശപ്പിൻ്റെ വില അറിഞ്ഞ് ജീവിക്കുന്നവരുമുണ്ട്. അപ്പോൾ ആ ഒരു ട്രാജിക് സ്റ്റോറിയുടെ ഒരു മെമ്മോറിയലും കാര്യങ്ങളൊക്കെ കാണുമ്പം നമുക്ക് ഉള്ളിൽ എന്തൊക്കെയോ ഒരു സങ്കടമൊക്കെ പോലെ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത് എല്ലാവരും ഇവിടെ വന്നിരിക്കേണ്ട ഒരു സ്ഥലമാണ്. എല്ലാവരും ഇവിടെ വരണം, എല്ലാവരും ഇത് കാണണം. നല്ലൊരു ഡ്രൈവും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. ഡൂലഫ് വാലിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇനി പോകാൻ പോകുന്ന ഒരു ബീച്ചിലേക്കാണ് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 10-15 മിനിറ്റ്സ് ഡ്രൈവേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പേര് കാരോമോർ ബീച്ച് എന്നാണ്. ഒരു ചെറിയൊരു ബീച്ചാണ്, എങ്കിലും നല്ല ക്ലൈമറ്റൊക്കെ ആയതുകൊണ്ട് നമ്മളന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു.
അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. लगी